ഇപ്പോ നമ്മൾ ഓഫീസിലെത്തുമ്പോ അച്ഛന് രേഖാമൂലം അങ്ങ് എഴുതി കൊടുത്തോ, നിങ്ങള് മത്സരത്തിൽ നിന്ന് അങ്ങ് പിന്മാറുന്നു. അപ്പോ ഞാനങ്ങ് വൈസ് ചെയർപേഴ്സൺ ആകും. മത്സരോ ബഹളോ ഒന്നും വേണ്ട. ഐശ്വര്യക്ക് വേണ്ടി പിന്മാറാനോ? ശ്യാമയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും മാറിത്തരുമെന്ന് ഐശ്വര്യ സ്വപ്നത്തിൽ പോലും കരുതണ്ട. 3 പേരും മത്സരിക്കണമെന്ന് അച്ഛൻ നിർബന്ധമായിട്ട് തന്നെ പറഞ്ഞല്ലേ? അപ്പോ അതങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ 2 പേരോടുമായിട്ട് ഞാൻ പറയാം, നിങ്ങളെ ഞാൻ തോൽപ്പിക്കും. എന്നോട് പിടിച്ചു നിൽക്കാൻ 7 ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് പറ്റില്ല. ശ്യാമേ, വണ്ടി നിർത്താൻ പറ, ഞാനിവിടെ ഇറങ്ങുക. ഓട്ടോ പിടിച്ച് ഞാനങ്ങ് എത്തിക്കോളാം. ഐശ്വര്യടുത്തി, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമല്ലേ? നമുക്ക് സന്തോഷമായിട്ട് പോയിട്ട് വരാം. നമുക്ക് സ്നേഹത്തോടെ തന്നെ മത്സരിച്ച് ജയിക്കാം. അതിപ്പോ ആരും ആയിക്കോട്ടെ. ജയിക്കുന്നത് ആരോ ഒരാളാവില്ല, ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഐശ്വര്യ എഴുതി വെച്ചോ, ശ്യാമയായിരിക്കും ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്. ഇനി ശ്യാമ എന്തെങ്കിലും സാഹചര്യത്തിൽ പിന്മാറിയാൽ ഞാൻ ഐശ്വര്യ തോൽപ്പിക്കും. അമൃതയെടുത്തി എന്നെ തോൽപ്പിക്കുമെന്നോ? സമനില തെറ്റിയവരെ ഇങ്ങനെയൊക്കെ പറയൂ. അല്ല, അമൃതയെടുത്തി ഈടെയായിട്ട് സമനില തെറ്റിയതുപോലെയാണല്ലോ പെരുമാറുന്നേ. അമൃതയെടുത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ നടുവിലാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്കെന്ത് പ്രശ്നം? പ്രശ്നം മുഴുവൻ ഐശ്വര്യയ്ക്ക്. ഐശ്വര്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ ഈ കുടുംബത്തിലെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഐശ്വര്യ എന്തായാലും ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐശ്വര്യ തോറ്റ് തുന്നം പാടും. എന്തായി കാണിക്കുന്നേ? അമൃതയെടുത്തി വണ്ടി നിർത്തണോ? നിനക്കെന്നെ തല്ലണോ അല്ലേ? തല്ല്. അതേടി, തല്ലണോ എനിക്ക്? എന്ത് വേണ്ടാന്ന് എന്നെ കളിയാക്കിയത് നീയും കേട്ടോണ്ടിരുന്നല്ലേ? നിർത്താൻ ആണോ ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങളാണോ കമ്പനി മേധാവികളാവാൻ പോകുന്നേ? റോഡിൽ കിടന്ന് തല്ലുകൂടുന്ന 2 മേധാവികള്. ഏതെങ്കിലും ഒരാൾ ഇപ്പൊ ഫോട്ടോ എടുത്തിരുന്നെങ്കിലോ കാണായിരുന്നു. വർമ്മ ഗ്രൂപ്പിലെ തമ്മിലടിയെന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ ചിരിച്ചേനെ. അതോടെ കമ്പനിയും തീർന്നു, കുടുംബവും തീർന്നു. വഴി കിടന്ന അടികൂടിയല്ല വൈസ് ചെയർമാൻ ആവേണ്ടത്, അത് മത്സരിച്ച് ജയിച്ചിട്ടാ. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് വിവരം കൂടി വേണം. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി തല്ലുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ശ്യാമേ, സോറി. ഇപ്പൊ ഞാൻ തീരുമാനിച്ചു, ജയിക്കാൻ വേണ്ടി തന്നെയാ ഞാനും മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം.
വെൽക്കം വെൽക്കം. സെബാസ്റ്റ്യൻ, ഇവർ 3 പേരിൽ ഒരാളായിരിക്കും നമ്മുടെ അടുത്ത വൈസ് ചെയർപേഴ്സൺ. ഇത് ജനറൽ മാനേജർ സെബാസ്റ്റ്യൻ ജോർജ്. നമസ്കാരം. ഇത് അമൃത, അത് ശ്യാമ, ഇത് ഐശ്വര്യ. ആ, ഓഫീസ് രീതികളും ഓഫീസിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ GM ചോദിച്ച് മനസ്സിലാക്കുക. മത്സരത്തിന്റെ 2ാം റൗണ്ടിൽ ഓഫീസ് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. എന്താ 3 പേരുടെ മുഖം അത്ര പ്രസന്നമല്ലാത്തത്? ഏയ്, ഞാൻ ഹാപ്പിയാണ് അച്ഛാ. എല്ലാവരും ഹാപ്പിയാണ് അച്ഛാ. അപ്പൊ നിങ്ങൾ ചെല്ല, എല്ലാം കണ്ട് മനസ്സിലാക്കണം. ഓൾ ദ ബെസ്റ്റ്. വരൂ. സെബാസ്റ്റ്യൻ, ആദ്യം മിനിസ്ട്രിയൽ സ്റ്റാഫിനെ പരിചയപ്പെടുന്നു. ഫാക്ടറി വിസിറ്റ് പിന്നെ ഒരു ദിവസം ആവാം. ചെല്ലു. ഓക്കെ അല്ലേ? അരുൺ, വാ. ആദി, വരൂ മാഡം, അകത്തേക്ക് വരൂ. വരൂ. ദാ, ഇതാണ് വൈസ് ചെയർപേഴ്സന്റെ ചെയർ. അതെ, ആ കസേരയിലിരിക്കുന്നത് സ്വപ്നം കാണുകയായിരിക്കും. നടക്കാത്ത സ്വപ്നം അത്. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ദാ ശ്യാമ. എന്തായാലും നീ അതിലിരിക്കില്ല. വാ ശ്യാമേ, അങ്ങോട്ട് പോ. വരൂ മാഡം, വന്നോളൂ. ഇവരെ 2 പേരെയും എത്രയും വേഗം ഒതുക്കണം. ശ്യാമയെ സ്തുതിച്ചങ്ങ് നടക്കുക. അമൃതയെ പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് അവള് മാലാക്കിയായിട്ട് നിൽക്കുക. വരട്ടെ, ഞാൻ ആരാണെന്ന് രണ്ടും മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. വരൂ. ദാ, നമ്മുടെ കമ്പനിയുടെ തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റാഫാണ് ഇവരൊക്കെ. നമസ്കാരം. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് അമൃത മാഡം, ഇത് ഐശ്വര്യ മാഡം, ഇത് ശ്യാമ മാഡം. ഈ 3 പേരിൽ ഒരാളാണ് നമ്മുടെയൊക്കെ അടുത്ത വൈസ് ചെയർപേഴ്സൺ. ഓരോ സീറ്റിലും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഞാൻ 3 പേർക്ക് മെയിൽ ചെയ്ത് തരാം. ഇന്ന് ഞങ്ങളുടെ ശമ്പള ദിവസമാണ്. ശമ്പള ദിവസം തന്നെ കമ്പനി കാണാൻ വന്നതിൽ വലിയ സന്തോഷം. നമുക്ക് സ്റ്റാഫിനെ പരിചയപ്പെടാം. ഓക്കെ മാഡം, പരിചയപ്പെടാം. ഇത് സുദർശനൻ. നമസ്കാരം. നമസ്കാരം. ഇത് പ്രമോദ് ബാലസുബ്രഹ്മണ്യം. നമസ്കാരം. ഇത് ശ്രീജിത്ത്. നമസ്കാരം. നമസ്കാരം. ഇത് മനീഷ. നമസ്കാരം. ആ, എടോ അരവിന്ദ, സനി വന്നേ. ക്ഷമേ. നേരത്തെ അറിയാമല്ലോ അല്ലേ? അരവിന്ദൻ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ആദ്യം ശമ്പളം വാങ്ങിയത്. ആ ദിവസം തന്നെ സഹോദരി ഓഫീസിലെത്തിയല്ലോ. മാറി നിൽക്കങ്ങോട്ട്. ആരോട് ചോദിച്ചിട്ടാ ഇയാളെ ഇവിടെ നിയമിച്ചത്? ഐശ്വര്യ, അഖിൽ സാറ് ഡയറക്റ്റായി നിയമിച്ചതാ. അങ്ങനെ തോന്നിയവർക്ക് തോന്നും പോലെ ഇവിടെ നിയമനം കൊടുക്കാൻ പറ്റുമോ? അത് കൊള്ളാലോ. മുമ്പ് എന്റെ ഒരു ബന്ധുവിന് ക്വാളിഫിക്കേഷൻ കുറവാണെന്ന് പറഞ്ഞ് ഇവിടെ നിയമിച്ചില്ല. അളിയനെയും അനിയത്തെയും ചാക്കിട്ട് ഇവിടെ നുഴഞ്ഞു കയറിയല്ലേ? നാണമില്ലൂടെ തനിക്കിങ്ങനെ ശരീരം അനങ്ങാതെ ആഹാരം കഴിക്കാൻ. GM,
ഇയാൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നിയമിക്കാനും പിരിച്ചുവിടാനും കമ്പനിക്കാണ് അധികാരം. ചെയർമാൻ പറയട്ടെ. ഞാനേ ചെയർമാന്റെ മരുമകളാ, അടുത്ത വൈസ് ചെയർപേഴ്സണാ. വരുന്നവരെയും പോകുന്നവരെയും വലിച്ചു കയറ്റി ശമ്പളം കൊടുക്കാനുള്ള ഇടമല്ല ഈ ഓഫീസ്. ഇയാൾ ഇപ്പൊ ഇവിടുന്ന് ഇറക്കണം. ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അമ്പലമുറ്റത്ത് ചെന്ന് നിന്ന് കൊട്ടിപ്പാടി കാശുണ്ടാക്ക്. ഓഫീസിലിരുന്ന് ശമ്പളം വാങ്ങാന്ന് കരുതണ്ട. ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയ ആദ്യം ഒപ്പിടുന്നത് ഇയാളെ പിരിച്ചുവിടുന്ന ഉത്തരവിലായിരിക്കും. എന്തൊക്കെ ഇതൊരു ഓഫീസാണ്. അതെ, അതാ ഞാനും പറഞ്ഞു വരുന്നത്. ഇതൊരു ഓഫീസാ. ഓഫീസിന് ഓഫീസിന്റേതായ രീതികളുണ്ട്. അളിയനെ പിടിച്ച് ആളാക്കിയിരുത്തുന്നത് ഈ കമ്പനിയിൽ നടക്കില്ല. അരുണേട്ടാ, ആദ്യേട്ടാ, നിങ്ങൾ കാണുന്നില്ലേ? ഐശ്വര്യ, ഈ രീതിയിൽ ഇവിടെ സംസാരിക്കരുത്. ഇതൊരു ഓഫീസാ. ഐശ്വര്യ, ഓഫീസ് മാനേഴ്സിന് ചേർന്ന രീതിയിലല്ല ഐശ്വര്യ സംസാരിക്കുന്നത്. ഇവിടെ സ്റ്റാഫിനെ നിയമിക്കുന്നത് ഓഫീസ് രീതിയിലാണോ? അളിയൻ നിയമനം കൊടുക്കുന്നു, അളിയൻ വന്ന് കസേരയിലിരിക്കുന്നു. മതി. ഏട്ടാ, ഏട്ടന് ശമ്പളം കിട്ടിയ ദിവസം ഏതെന്നല്ലേ പറഞ്ഞത്? ആ ശമ്പളം ഇവിടെ തന്നെ വെച്ചേക്കണം. ഏട്ടാ, നമ്മുടെ വീട്ടിൽ പണത്തിനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ അഭിമാനം ആർക്കും മുമ്പിലും നമ്മൾ അടിയറവ് പറഞ്ഞിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഏട്ടനെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചത്. ഇനി ഈ ജോലിയിൽ തുടരാൻ പാടുണ്ടോ ഏട്ടാ? മോളെ, ഞാൻ കാരണം നിനക്ക് നാണക്കേടായല്ലേ? ഏട്ടനോട് ക്ഷമിക്കേ. ഞാൻ കാരണം വിഷമായില്ലേ? ഞാൻ രാജിവെക്കുക. എന്നോട് ദേഷ്യവും തോന്നരുത്. എല്ലാവർക്കും നന്ദി. ഏട്ടാ, അരവിന്ദേട്ടാ, ജിഎം, സർ, ഞാൻ ഡയറക്ടറാണല്ലോ. ഡയറക്ടറുടെ വിങ്ങിൽ ഒരു സ്റ്റാഫിനെ നിയമിക്കാൻ പ്രൊഫഷൻ ഉണ്ടല്ലോ. ഉണ്ട് സർ. അപ്പോൾ അരവിന്ദേട്ടൻ ഇരിക്കുന്ന തസ്തികയിൽ നിന്നും അങ്ങോട്ടേക്ക് മാറ്റാൻ പ്രൊഫഷൻ ഉണ്ടോ? ഉണ്ട്. ആ, അതിന് സ്പെഷ്യൽ അപ്രൂവലിന്റെ ആവശ്യമല്ലുണ്ടോ? ഇല്ല സർ, സാറിന് ഡയറക്റ്റായി നിയമിക്കാം. ആ, പുതിയ തസ്തികയിൽ ഇപ്പോൾ ഉള്ള ശമ്പളത്തെക്കാളും കൂടുതൽ ശമ്പളമാണോ കുറവാണോ? കൂടുതലാണ് സർ. അങ്ങനെയെങ്കിൽ അരവിന്ദേട്ടനെ പുതിയ തസ്തികയിലേക്ക് ഞാൻ നിയമിച്ചിരിക്കുന്നു. ഓർഡർ ഉടനെ തന്നെ ഞാൻ ഇഷ്യൂ ചെയ്യാം. അടുത്ത മാസം മുതൽ വർദ്ധിപ്പിച്ച ശമ്പള നിരക്കായിരിക്കും.
അരവിന്ദേട്ടൻ ഏത് കാര്യത്തിനും എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഓഫീസിന്റെ ചിട്ടവട്ടങ്ങൾ അറിയുന്ന, ഓഫീസിന്റെ അന്തരീക്ഷം മനസ്സിലാക്കുന്ന, സ്നേഹമുള്ള, തിരിച്ചറിവുള്ള ഒരു വൈസ് ചെയർപേഴ്സണെ കിട്ടാൻ ഞാൻ ആശംസകൾ നേരുന്നു. എത്രയായി? 100. ദാ. ഏതായാലും ഇവിടെ നിൽക്കാം, ഇറങ്ങി വരുമ്പോ കാണാം. ഇവിടെ നടന്നതെല്ലാം ഞാൻ കാണുകയായിരുന്നു ക്യാമറയിൽ കൂടെ. നിർഭാഗ്യകരം. അതല്ലാതെ മറ്റൊരു വാക്ക് പറയാൻ തോന്നുന്നില്ല. ഒരു സ്റ്റാഫിനെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവഹേളിച്ചാണോ അധികാരം കാണിക്കേണ്ടത്? ശക്തി തെളിയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 3 പേരും എനിക്ക് മക്കളാണ്. മക്കൾ തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാർ ശിക്ഷിക്കും. ഈ ഓഫീസിനും ചില രീതികളൊക്കെ ഉണ്ട്. മോള് ചെയ്ത തെറ്റിന് 1 ലക്ഷം രൂപ ഫൈൻ ഓഫീസ് ഫണ്ടിലേക്ക് അടയ്ക്കണം. അച്ഛാ, ഞാൻ അച്ഛന്റെ മരുമോളാണ്. അതുപോലെ അരുണിന്റെ ഭാര്യയാണ്. ഇവിടെ അച്ഛനും മക്കളും ഭാര്യയൊന്നുമില്ല. ഇതാ അഖിലും അരുണും ആദിയും ഇവിടെ ഡയറക്ടേഴ്സാണ്, മക്കളല്ല. തെറ്റ് കാണിച്ചിട്ട് ബന്ധം പറഞ്ഞ് ഇളവ് കിട്ടാനൊന്നും നോക്കണ്ട. ഒന്നുകിൽ 1 ലക്ഷം രൂപ ഫൈൻ, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയാം. അതുമല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്തു പോകാൻ. ഈ കിളവനും മക്കളും മരുമക്കളും കൂടി ശ്യാമയങ്ങ് സന്തോഷിപ്പിക്കാം. എന്നെ ശിക്ഷിച്ചിട്ട് ഇവളെ വെറുപ്പിക്കാനും പാടില്ല. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ചെയ്ത തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ശ്യാമ, സോറി. ഞാൻ ശ്യാമയെയും ശ്യാമയുടെ ഏട്ടനെയും പരസ്യമായിട്ട് അപമാനിച്ചു. എന്തൊക്കെയായാലും ഇവിടെ നടന്ന സംഭവത്തിൽ എനിക്ക് ചെറിയ സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഞാൻ മത്സരത്തിനില്ല എന്ന്. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ചു, ഞാൻ നന്നായിട്ട് തന്നെ മത്സരിക്കും. അങ്ങോട്ട് ചെന്ന് കാണണോ? ഇവിടുത്തെ കാര്യങ്ങൾ ഏതവസ്ഥയിലാകുമെന്ന് പറയാനും പറ്റില്ല.